ഭാര്യയും ഭർത്താവുമായി ഒന്നിച്ചുള്ള ജീവിതം സന്തോഷമാകണം അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ഭർത്താവിൻ്റെ ചില സംസാരം അത് ഭാര്യയെ ദേഷ്യപ്പെടുത്തും. ഭാര്യയുടെ ചില പ്രവർത്തനവും സംസാരം അത് ഭർത്താവിനെയും ദേഷ്യപ്പെടുത്തും. ഇങ്ങനെ ജീവിക്കുന്നവർക്കിടയിൽ എങ്ങനെ സന്തോഷം കണ്ടെത്തണം അല്ലേ? പല ആളുകളും ചോദിക്കാറുണ്ട്. പല കുടുംബത്തിലെയും പ്രശ്നവും അത് തന്നെയാണ്. ഭാര്യ ഭർത്താവിനോട് ദേഷ്യപ്പെടുകയാണ്, ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെടുകയാണ്. നിസ്സാര കാര്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അബൂദർദ റളിയല്ലാഹു തആല അൻഹു തൻ്റെ കുടുംബത്തിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നറിയോ? തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു ദർദ എന്നവരെ വിളിച്ചിട്ടൊരു ദിവസം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നിന്നോട് ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ നീ എന്നോട് ഓർമ്മപ്പെടുത്തണം. ഇത് ദേഷ്യപ്പെടലാണ്, ഇത് ഇബ്ലീസിൽ നിന്നുള്ളതാണ് എന്ന് നന്മ പറഞ്ഞ് നീ എന്നെ ഉപദേശിക്കണം, നീ എന്നെ ഓർമ്മപ്പെടുത്തണം. നിന്റെ ഭാഗത്ത് നിന്നും തെറ്റ് വന്നാൽ, ദേഷ്യം വന്നാൽ ഞാൻ അതുപോലെ ഓർമ്മപ്പെടുത്താം എന്ന് മഹാനായ അബൂദർദ റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ആ ഓർമ്മപ്പെടുത്തലില്ല എങ്കിൽ നമ്മുടെ ജീവിതം പാതി വഴിയിൽ നിലച്ചു പോകും, നമ്മുടെ കുടുംബജീവിതം തകർന്നു പോകുമെന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. എത്ര വലിയ പരസ്പരം മനസ്സിലാക്കലിൻ്റെ കുടുംബജീവിതത്തിൻ്റെ സന്ദേശമാണല്ലേ അവർ നൽകുന്നത്.